ജോവാക്കീം അന്നായി എന്ന് പറയുന്ന പുരോഹിത ഗണത്തിലെ അഹറോൻ്റെയും ദാവീദിൻ്റെയും മക്കളായ ഈ ജോവാക്കീമേൻ അന്നായിയുടെയും കുടുംബത്തിൽ ഒരിക്കലും മക്കളുണ്ടായില്ല. ഇസ്രായേൽ സമുദായത്തിൽ, അതായത് യഹൂദന്മാരുടെ സമുദായത്തിൽ മക്കളില്ലാതെ പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ ദൈവശാപമായിട്ട് അവർ കരുതിയിരുന്നു. ശാപമായിട്ട് അല്ലേലിയാം. അതുകൊണ്ട് മക്കളില്ലാത്ത ഈ ജോവാക്കീമിനെ അന്നായിനെയും നാട്ടിൽ എല്ലാവരും തടയാനും അവരുടെ പ്രവർത്തനത്തിൽ നിരുത്സാഹപ്പെടുത്താനായിട്ട് തുടങ്ങി. ഈ ജോവാക്കീം ഒരു പുരോഹിതനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ ബലി അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവനെ ആളുകൾ, ഈ പുരോഹിതന്മാർ തടയും. ആളുകളല്ല, നമ്മൾ പള്ളിയിൽ പോകുമ്പോഴാണ്, ദേവാലയത്തിൽ പോകുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് ജനങ്ങൾ തടയുന്നത്. അല്ലേലിയാം. നമ്മുടെ വീട്ടിൽ മക്കളില്ലാതെ വന്നാൽ, വിവാഹം നടക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ജോലി കിട്ടാതിരുന്നാൽ, അല്ലെങ്കിൽ ഭവനം പണിയാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും നമ്മൾ കേൾക്കുന്നത്? അല്ലേ, എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകൾ കേൾക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലേലിയാം. ഈ കാരണത്താൽ കർത്താവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ ബലിയർപ്പിക്കുവാനായി വരുമ്പോൾ അതിൽ നിന്ന് പുരോഹിതന്മാർ ഈ ജോവാക്കീമിനെ തടയുമായിരുന്നു. അത് തന്നെയല്ലേ എപ്പോഴും നടക്കുന്നത്. അല്ലേ, ദേവാലയത്തിൽ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ കാരണവർ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ യൂദയാക്കൾ കടന്നു പോകുമ്പോൾ മറ്റുള്ള ജനം എന്താ ചോദിക്കുന്നത്? കാര്യമൊന്നും ആയില്ലേ? വിശേഷമൊന്നും നടന്നില്ലേ? അല്ലേ, 10 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താവും? ഇവൻ പള്ളി പോവില്ല. അല്ലെ, രണ്ടു കൂട്ടരും പുരോഹിതരാണ്. ഈ പോകുന്നവരും പുരോഹിതരാണ്, ചോദിക്കുന്നവരും അപ്പോൾ പഴയ കാലത്ത് അതേ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അല്ലേ? നിങ്ങളൊന്ന് നോക്കി, ഒരു സെമിനാരിൽ പോയിട്ട്, ഞാൻ ആദ്യ 10ാം ക്ലാസ്സിൽ സെമിനാരിൽ പോയിട്ട് തിരിച്ചു വന്നു. കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. സെമിനാരിൽ പോയി എന്ന് പറഞ്ഞാൽ അച്ഛനായിക്കൊള്ളണം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലേലിയ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും, അച്ഛനാവുന്നില്ലേ, നീ പോകുന്നില്ലേ, നീ എന്നാ പോകുന്നത്? നമ്മുടെ നാവ് കൊണ്ടാണ് മനുഷ്യരെ നമ്മൾ നശിപ്പിക്കുന്നത്. നാവിൻ്റെ ദുരുപയോഗം കേൾക്കുന്നവനെയല്ല നശിപ്പിക്കുന്നത്, പറയുന്നവനെയാണ് നശിപ്പിക്കുന്നത്. അല്ലേലിയ. പ്രകാരം പറയാണ്, വിശുദ്ധ ബലിയർപ്പിക്കാൻ പോയ ജോവാക്കീമിനെ പുരോഹിതന്മാർ തടഞ്ഞുവെങ്കിൽ ആ സമയത്ത് ജോവാക്കീം ചെയ്തൊരു കാര്യം ഇതാണ്. ജോവാക്കീം ദുഃഖത്തോടെ മരുഭൂമിയിലേക്ക് പോയി 40 ദിവസം അവൻ അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അല്ലേലിയ. ജോവാക്കീം ചെയ്തൊരു കാര്യം, എനിക്ക് മക്കളില്ലെങ്കിൽ ആ മക്കളില്ലാത്തതിൻ്റെ കാരണം ശാപമല്ല, ആ മക്കളില്ലാത്ത പാപത്തിൻ്റെ പരിണതഫലമല്ല, ആ മക്കളില്ലാതെ ദൈവം കോപമല്ല എന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ജോവാക്കീം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ ഈ മരുഭൂമിയിലേക്ക് സന്യാസിമാരും പുരോഹിതന്മാരും പോകും. അതേപോലെ ഈ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കന്മാരായ അപ്പനായ ജോവാക്കീം ഇത് പരിഹരിക്കാൻ വേണ്ടി മരുഭൂമിയിൽ പോയി 40 ദിവസം അവൻ ഉപവസിച്ച് തപസ്സെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, നിനക്കൊരു ശിശു ജനിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർക്ക് നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച ഒരു കുഞ്ഞാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ, എന്തെങ്കിലും തകർച്ചകൾ വന്നാൽ, വിവാഹം നടക്കാതിരുന്നാൽ, മക്കളില്ലാതിരുന്നാൽ, ജോലി തകർച്ചയുണ്ടെങ്കിൽ, ഭവനം പണിയാൻ പറ്റുന്നില്ലെങ്കിൽ, ഭവനം വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് എന്തോ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. അതൊരു ശാപമല്ല, അതൊരു പാപത്തിൻ്റെ പരിണതഫലമായിട്ടല്ല, ഒരു നന്മയായിട്ട് കാണും, ഒരു പ്രത്യാശയോട് കാണണം. സാത്താൻ അവൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് രീതിയിൽ അവൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു 40 ദിവസം, ഒരു 50 ദിവസം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുക. അല്ലേ, ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു ധ്യാനം കൂടുക എന്നുള്ളതാണ്. അല്ലേലിയ. വണ്ടി കേടായാൽ എന്താ ചെയ്യണ്ടേ? വണ്ടി നമ്മൾ തള്ളി നോക്കും, ബാറ്ററി ഒന്ന് മാറ്റി നോക്കും, പിന്നെയും തള്ളിയിട്ട് പോകുന്നില്ലെങ്കിൽ എന്താ ചെയ്യണേ? വർക്ക്ഷോപ്പിൽ കയറ്റി ഒരു എഞ്ചിൻ പണി ചെയ്യും. അപ്പോൾ കുടുംബങ്ങളിൽ തകർച്ചയുണ്ടെങ്കിൽ, കുടുംബങ്ങളിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരമാകുന്ന വാഹനത്തെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി ഒരു എഞ്ചിൻ പണി നടത്തുക എന്നുള്ളത്. എഞ്ചിൻ പണി നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് സാധാരണ വണ്ടി RTO എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് റോട്ടിൽ ഓടിക്കാൻ ഒരു നിയമപരമായിട്ട് അനുകൂലം കിട്ടണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ
അതൊരു എഞ്ചിൻ പണി നടത്തി അത് കൊണ്ടുചെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടിട്ട് ആരെങ്കിലും നമ്മളെ തടയുകയോ നമ്മളെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസത്തിൻ്റെ തലത്തിലെടുത്തിട്ട് അതിന് പരിഹാരം ചെയ്യുന്ന അത് ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ട് 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ദൈവം ഇടപെടും. നമ്മുടെ കുടുംബത്തിൽ അപകടങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അനർത്ഥങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പീഡകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, രോഗങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് കർത്താവ് അറിയാതെ ഒന്നും വരില്ല എന്ന് സ്വീകരിച്ചുകൊണ്ട് അത് പരിഹാരമായിട്ട് പരിത്യാഗമായിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. കുടുംബം ആവലാതിയോടുകൂടി, പരാതിയോടുകൂടി, പരിഭവത്തോടുകൂടി ആ ഓടി നടന്നാലൊന്നും നടക്കില്ല. കാരണം പിശാചാ പ്രവർത്തിക്കുന്നത്. പിശാച് വിട്ടു പോകണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ദൈവം കയറി വരണം. കണ്ണുകളടച്ച് കരങ്ങളൊന്നും എടുത്തുക. 2 പേര് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മധ്യേ ഞാനുണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. എല്ലാവരും കണ്ണുകളടച്ച് കർത്താവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കട്ടെ, കർത്താവിനെ വിളിക്കട്ടെ, കർത്താവിൻ്റെ നാമത്തെ വിളിക്കട്ടെ, കർത്താവിൻ്റെ നാമത്തെ വിളിക്കട്ടെ. ശാലബലക ബലക ബലക ബലക. അടയ്ക്കപ്പെട്ട ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, അടയ്ക്കപ്പെട്ട മനസ്സുകൾ തുറക്കപ്പെടട്ടെ, അടയ്ക്കപ്പെട്ട ആത്മീയ മേഖലകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. അല്ലെ നിങ്ങൾ ഹല്ലേലൂയ, ദൈവത്തിന് എന്റെ ദൈവം തന്നെ മകത്തിന്റെ സംബന്ധത്തിൽ യേശുക്രിസ്തു ആദ്യം ഫിലിപ്പി 4:12 രോഗപീഠകൾ വിട്ടുപോട്ടെ, അപകടങ്ങൾ വിട്ടുപോട്ടെ, അനർത്ഥങ്ങൾ വിട്ടുപോയ ജോവാക്കിമിന് അന്നായുടെയും പന്തസയെ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, കുടുംബങ്ങളെ ഛിന്നഭിന്നമാക്കുന്ന, കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന പൈശാചിക ആധിപത്യ സ്വത്തുക്കൾ യേശുവിന്റെ നാമത്തിൽ സാധിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിത്യ നരകാഗ്നിയിൽ നിവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 10:19 വെച്ച് ബന്ധിക്കുന്നു, സാധിക്കുന്നു. എസെക്കിയേൽ 13:14 21 വെച്ച് ബന്ധിക്കുന്നു, സാധിക്കുന്നു, ബന്ധിക്കുന്നു. 2 രാജാക്കന്മാരെ 21:6 വെച്ച് ബന്ധിക്കുന്നു, സാധിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:16 വെച്ച് ബന്ധിക്കുന്നു, സാധിക്കുന്നു, ബന്ധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:23-24 വെച്ച് ബന്ധിക്കുന്നു, സാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിലാപങ്ങൾ 2:18-19 വെച്ച് ബന്ധിക്കുന്നു. കൈ ഉയർത്തട്ടെ, എല്ലാവരും കൈ ഉയർത്തട്ടെ. തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ, ആധിപത്യ ശക്തികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വിട്ടുകൊണ്ടേ. മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ. കണ്ണുകളടച്ച് കയ്യിൽ യാചനാപൂർവം പിടിച്ച് ഇനി നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും സമർപ്പിക്കുക. ഞാൻ നിന്റെ കൂടെയില്ലേ.